ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം തന്ന ക്വസ്റ്റ്യൻസിൽ തുടങ്ങാം. 7 കൊണ്ട് ശിഷ്ടം കൂടാതെ ഹരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. ഇതിന് ആൻസർ കിട്ടിക്കാണണം അല്ലെ. നമുക്ക് 98 ആയിരുന്നു ആൻസർ. ആൻസർ എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ കാര്യം ഉണ്ടോ? ഒന്നുകിൽ നമുക്ക് ഈ എല്ലാ നമ്പറിനെ 7 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 7 കൊണ്ട് ഒരു നമ്പറിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഈ ഒറ്റത്തെ സംഖ്യ അല്ലെ, ഒറ്റയുടെ ഭാഗത്തുള്ള സ്ഥാനത്തുള്ള സംഖ്യയുടെ ഇരട്ടി എടുക്കും അല്ലെ. ഇവിടെ 8ന്റെ ഇരട്ടി നമ്മൾ 2, 8 × 2 16 എടുക്കും. അതിന് എന്ത് ചെയ്യണം, നമ്മൾ 10ന്റെ സ്ഥാനത്തെ നമ്പറിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ 9ൽ നമ്മൾ 16 കൊടുക്കുമ്പോ അല്ലെ, അതായത് 16 - 9 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരാ, 7. അങ്ങനെ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 7ന്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണെന്ന് അല്ലെ. അപ്പൊ അത് ആൻസർ 98. എന്തെങ്കിലും വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതൊക്കെ എല്ലാവരും കിട്ടിക്കാണെന്ന് വിചാരിച്ച് ഞാൻ ഇത് പറഞ്ഞു പോവാണ്. ഓക്കെ, തന്നിരിക്കുന്നതിൽ ചെറുതേത് അല്ലെ. നമ്മൾ നെഗറ്റീവ് സംഖ്യ അല്ലെ, നെഗറ്റീവ് ഇങ്ങനെ പോകും തോറും ചെറിയ സംഖ്യയാണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മുടെ നമ്പർ ലൈനിൽ നമ്മളിങ്ങനെ -1 -2 അങ്ങനെ പറഞ്ഞ് ബാക്കിലോട്ട് പോകുന്നതോറും വാല്യൂ കുറഞ്ഞാ വരണേ അല്ലെ. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് -1 ആണ്. പുറകിലോട്ട് പോകുന്തോറും എന്താണ്, സംഖ്യ ചെറുതായി വരും. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ്, -10 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് -100നേക്കാൾ ചെറിയ സംഖ്യ ചോദിക്കുന്നുണ്ട്. -100നേക്കാൾ ചെറിയ സംഖ്യ ഇതിനകത്ത് ഏതാ വരാ, -200 അല്ലേ വരാ അല്ലേ. -100നേക്കാൾ ചെറിയ സംഖ്യ -10 വലുതാണ്, 0 വലുതാണ്, 100 അതിനേക്കാളും വലുതാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഏതൊക്കെ പരീക്ഷകളാണ് ചോദിച്ചതെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ പ്യൂൺ അല്ലെങ്കിൽ അറ്റൻഡർ പരീക്ഷകളൊക്കെ ചോദിച്ചു പോയ ചോദ്യങ്ങളാണ്. അടുത്തതാണ് താഴെ പറയുന്നതിൽ അഭാജ്യ സംഖ്യ ഏത്. അഭാജ്യ സംഖ്യ എന്താണ്, അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോ ഒന്നും അതേ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അല്ലെ. നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം കേട്ടാ. നന്നായിട്ട് അറിയുന്നവരുണ്ടാവും, പഠിച്ചവരുണ്ടാവും, ബുക്ക് എടുത്ത് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോ റിവിഷൻ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കാം കേട്ടാ. അപ്പൊ അഭാജ്യ സംഖ്യ ഏതാ നമുക്ക് ആൻസർ വരുന്നേ. അഭാജ്യ സംഖ്യ നമുക്ക് ഓപ്ഷൻ ബി 29 ആണ് വരാം. 9 ആണെങ്കിൽ നമുക്ക് 1ഉം 3ഉം 9 ഒക്കെ നമുക്ക് വരും. 39 നമുക്ക് 1 വരും, 3 വരും, 39 വരും അല്ലെ, സംഖ്യകൾ വരും. 49 1 വരും, 7 വരും, 49 വരും. അപ്പൊ ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളായിട്ട് വരുന്നത് അല്ലെ, 29 മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത അഭാജ്യ സംഖ്യകളിലെ ഏക ഇരട്ടസംഖ്യ ഏതാ, 2 അല്ലെ. ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാ ഇരട്ടസംഖ്യകൾക്കും 2ൽ കൂടുതൽ ഫാക്ടറുകൾ ഉണ്ട്. അപ്പൊ ഇത് വാച്ച്മാൻ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തേക്ക് ആൻസർ ഞാൻ പറഞ്ഞു പോവാണ്. എക്സ്പ്ലനേഷൻ വേണ്ടത് ഞാൻ കൂടുതൽ പറയാം. ഇനി 15നും 35നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമ്മൾ എണ്ണി നോക്കാം അല്ലെ. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. 15, 17 വരുന്നുണ്ട്. അതായത് ഒന്നും ആ സംഖ്യയെ മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 17 ഉണ്ട്, 19 ഉണ്ട്, 23 വരും, പിന്നെ ഇത് വരും 29 വരും, 31 വരും. ബാക്കി എല്ലാ നമ്പറും നിങ്ങൾ നോക്കുക, അഭാജ്യ സംഖ്യ അല്ലല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരാ, 5 സംഖ്യകളാണ് വരണേ അല്ലെ. 15നും 35നും ഇടയിൽ അഭാജ്യ സംഖ്യകള് 5 വരണേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമം. അവരോഹണം എന്താ, അവരോഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആണ് അല്ലെ. അതായത് ഏറ്റവും വലിയ സംഖ്യ തൊട്ട് താഴേക്ക് എഴുതാം. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 145 ആണ്. അത് കഴിഞ്ഞാൽ 135 വരും. ആൻസർ എത്ര വരും, ആൻസർ 135 വരും അല്ലെ. ചെറിയ സംഖ്യയാണ് അല്ലെ, ചെറിയൊരു പ്രോബ്ലം ആണ്, LGS ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി 7532 എത്ര നൂറുകളുണ്ട്, എത്ര നൂറുണ്ട്, 7000 അല്ലെ. 7000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 100 കൂടിയത് 7000, 70 100 അല്ലെ. 70 × 100 അല്ലേ 7000 എന്ന് പറഞ്ഞാ അല്ലെ. അപ്പൊ 70 100 ഉണ്ട്, പിന്നെ 500 എടുത്തു. 500 എന്ന് പറയുമ്പോ 5 100 ഉണ്ട് അല്ലെ. 5 × 100 അപ്പൊ അങ്ങനെ 500 ആണ്. അപ്പൊ 70 7000-ല് 70 100 ഉണ്ട്, അതുപോലെ 500-ല് 5 100 ഉണ്ട്. അപ്പൊ ടോട്ടല് 75 100 ഉണ്ട്. അങ്ങനെ നോക്കാട്ടാ. അതായത് 7 × 1000 അല്ലെ. 7 × 1000 എത്ര 100 ഉണ്ട് നോക്കാം അതിനകത്ത് 7000-ല് അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 500. ഓക്കെ, 7 × 1000, 7000-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കി, 5 × 100 അല്ലെ, 500 വരും.
എത്ര നൂറുണ്ടെന്ന് നോക്കി. സോറി, ഇവിടെ 70 ഇൻറ്റു 100 കേട്ടാ. 70 ഇൻറ്റു 100 7000 വരും. ഓക്കെ, ഇനി അടുത്തത് 15 നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യനിലോ ഇവിടെ 75 ആൻസർ വന്ന്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. 700 പ്ലസ് 12 1000 പ്ലസ് 1000 അല്ലെ 1325 എത്രയാന്ന് ചോദിച്ചിട്ടുള്ളേ. 700 എന്ന് പറയുമ്പോ എത്ര വരും? 700 പ്ലസ് 12000 എന്ന് പറയുമ്പോ 12000 പ്ലസ് 1325. ഇതെല്ലാം കൂട്ടുമ്പോ ആൻസർ എത്ര വരുന്നേ? എത്ര വരുന്നേ? എത്ര വരുന്നേ? 13700. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ എത്ര വന്നേ? 14025 അല്ലെ? ഓപ്ഷൻ സി അല്ലേ? 14025. എല്ലാവരും ചെയ്ത് നോക്കി എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് സംശയമുള്ള ചിലരൊക്കെ കമന്റ് ചെയ്തിരുന്നു. അല്ലാത്തവരും ഇപ്പൊ തന്നെ ഇതിന്റെ കൂടെ പോവാട്ടാ. നേരം കിട്ടാത്തവരും വർക്കിന് പോയിട്ടുള്ളവരൊക്കെ ചിലപ്പോ ചെയ്ത് കാണില്ല. ഓക്കെ, ഇനി ഏത് സംഖ്യയോട് 1246 കൂട്ടിയാൽ 3426 കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മള് 3426 നിന്ന് 1246 കുറച്ചാൽ മതി അല്ലെ? അപ്പൊ എത്ര ആൻസർ വരും? ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ കമന്റ് ചെയ്യേ. ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, 2180 ആൻസർ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. -280 കിട്ടാൻ -450 നമ്മൾ ഏത് സംഖ്യ കൂട്ടണമെന്ന്. അതായത് നമ്മളിപ്പോ -450 അല്ലെ, -450 ഏതോ ഒരു സംഖ്യ കൂട്ടണം അല്ലെ. എക്സ് എന്ന് പറഞ്ഞൊരു സംഖ്യ കൂട്ടുമ്പോഴാണ് -280 കിട്ടാം. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? -280 കൂടെ നമ്മൾ ഈ -450 സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോകും. അപ്പൊ ഒരു മൈനസ് സമചിഹ്നത്തിന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് സമചിഹ്നത്തിന് അപ്പുറത്ത് പോകുമ്പോ മൈനസ് ആവും, ഹരണം സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ ഗുണനമാകും, ഗുണനം സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോ ഹരണമായിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ -450 സമചിഹ്നത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോ +450 ആയിട്ട് മാറും അല്ലെ. ഇപ്പൊ 450 -280 ഒന്ന് ചെയ്തേ. അപ്പൊ ഒരു മൈനസും പോസിറ്റീവും കൂടിയിട്ട് നമ്മൾ കൂട്ടാൻ വന്ന് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടണ്ടേ അല്ലെ? വലുതിന്റെ സൈൻ ഇടണ്ടേ? നമുക്ക് എന്താ ആൻസർ വരാ? ആൻസർ 170 വരും അല്ലെ. നമ്മൾ വലുത് 450 ആണ്. 450 250 കുറച്ചിട്ട് വലിയ സംഖ്യയായി 450ന്റെ സൈൻ ഇട്ട് കൊടുത്തു അല്ലെ. മൈനസ് ഓപ്ഷൻ എ വരും. ആൻസർ 170 വരും അല്ലെ. -170 അല്ലടോ, +170 തന്നെ വരും അല്ലെ. -170 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടാ അല്ലെ. -170 അല്ലേ നമുക്ക് ആൻസർ വരുന്നേ അല്ലേ. ആൻസർ അല്ലെ +170 അല്ലെ. +170 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ട് അതിനകത്ത്? ഓക്കെ, അടുത്തത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് എത്രന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെ, n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എന്താണ്? n × n + 1/2 ആണ്. നമ്മൾ എന്ത് ചെയ്യും? 10 × 10 + 1/2 അല്ലെ. അപ്പൊ എന്ത് വരും? 5 × 11 55 നമുക്ക് ആൻസർ കിട്ടും. ഈ ആൻസർ കിട്ടിയോ? ഈ ഫോർമുല ഇട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാട്ടോ. n × n + 1/2 അല്ലെ. n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഫോർമുലയാണ്. n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഫോർമുല 55 കിട്ടുന്നു. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര അല്ലെ? 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം 1 3 5 7 9 അല്ലെ, അതല്ലേ. അപ്പൊ 20ൽ താഴെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് നോക്കാം. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എന്താണ്? n² ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇത് ഡൗട്ട് ചോദിച്ചിരുന്ന ഈ ചോദ്യം. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണുള്ളൂ? 10 എണ്ണാണുള്ളേ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n² എന്ന് പറയുമ്പോൾ 10² കൊടുക്കണം. നമ്മുടെ ആൻസർ 100 എന്ന് വരും. കാരണം 1 3 5 7 9 11 13 അങ്ങനെ നോക്കുമ്പോ എത്ര എണ്ണം വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ 10 സംഖ്യയല്ലേ വരണേ? 10 സംഖ്യകളെ വരുന്നേ. അപ്പൊ n² എന്ന് പറയുമ്പോൾ 10². ഓക്കെ, അത് ഓക്കെ എന്ന് വിചാരിക്കണോ? ഇതിന്റെ ആൻസർ വരുന്നത് 44 ഓപ്ഷനെ. മനസ്സിലാവുന്നില്ലേ? ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇനി ആ ഒരു ഐഡിയ കത്തിയാൽ മതി അല്ലെ. 20ൽ താഴെ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 10 എണ്ണമാണ് എന്ന് n നമ്പർ കിട്ടിയാൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, അടുത്ത് ഞാൻ ചെയ്യാണ് 45 കേട്ടോ. 1 + 3 + 5 അങ്ങനെ പോകുമ്പോ +25. അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ ആകെത്തുക നമ്മൾ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യനില് ഇത് ഒറ്റ സംഖ്യകളല്ലേ പറഞ്ഞേക്കുന്നേ? 1 3 5 എന്ന് പറഞ്ഞിട്ട് ഒറ്റ സംഖ്യകൾ. അപ്പൊ ഇത് ആകെ എത്ര ഒറ്റ സംഖ്യകൾ നോക്കിയേ. എത്ര ഒറ്റ സംഖ്യ വരെ ഇങ്ങനെ പോകും? 25 വരെ നമുക്ക് ആകെ എത്ര ഒറ്റ സംഖ്യ പോകുന്നുണ്ട്?
ഒന്ന് നോക്കിക്കേ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്ന്. എത്ര ഒറ്റസംഖ്യ ഉണ്ട്? 13. 13 അല്ലെ? 13. അപ്പൊ നമ്മുടെ ഫോർമുല n സ്ക്വയർ ആണ് അല്ലെ? 13 സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 169 നമുക്ക് ആൻസർ വരും. അങ്ങനെ നോക്കാട്ടാ. ഓക്കെ, നമ്മളെ തന്നിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിക്കണം. അത് എണ്ണൽ സംഖ്യയാണോ? 1 2 1 + 2 + 3 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും എണ്ണൽ സംഖ്യകൾ ഫോർമുല ചെയ്യണ്ടേ. 2 + 4 + 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യകളുടെ ഫോർമുല ചെയ്യണം. n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല ഏതാണ്? n × n + 1 ആണ്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. വീണ്ടും ദാ വരുന്ന ഒറ്റസംഖ്യകളുടെ ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക അല്ലെ? ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക ചോദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ നമ്മുടെ n സ്ക്വയർ ചെയ്താൽ മതി അല്ലെ? നമ്മുടെ n സ്ക്വയർ ചെയ്യാ. 25 ഒറ്റസംഖ്യാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 25 സ്ക്വയർ ചെയ്യാ. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 നമുക്ക് ആൻസർ വരും. നമുക്ക് ഏകദേശം നിങ്ങൾ ഒരു 30 വരെയുള്ള സ്ക്വയറുകൾ എഴുതി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 30 വരെയുള്ള സ്ക്വയറുകളൊക്കെ പഠിക്കാട്ടാ. അറ്റ്ലീസ്റ്റ് 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പറയാ? 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 വരും. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 വരും. ഇങ്ങനെ ഇടയിലുള്ള കുറച്ചെങ്കിലും പഠിച്ചു വെക്കാട്ടാ. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഉള്ളിലാണ് ഈ സ്ക്വയർ ഒക്കെ വരണേന്നുള്ളത്. 47 അതുപോലെ തന്നെ അല്ലെ? 47 കിട്ടിയിട്ടുണ്ടാവും. 1 തൊട്ട് 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ തുകയാ ചോദിച്ചത് അല്ലെ? 1 + 2 + 3 അങ്ങനെ പോവല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? n × n + 1/2 ചെയ്താൽ മതി അല്ലെ? അത് ചെയ്ത ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്കണൊരു 47 ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. 47 ആൻസർ ഒന്ന് കമന്റ് ചെയ്യേ. ആൻസർ ഓപ്ഷൻ ഡി കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ചെയ്ത് നോക്കാം. ചെയ്യാത്തവര് ചെയ്ത് നോക്കാം. +2 ലെവൽ പ്രിലിംസ് 2021 ചോദിച്ചൊരു ചോദ്യമാണിത് കേട്ടാ. +2 ലെവൽ പ്രിലിംസ്. ഓക്കെ, അടുത്ത 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. വീണ്ടും n × n + 1/2 ഇട്ട് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 48 ആൻസർ എത്രയാ കിട്ടിയത്? ചെയ്തേക്കണവർക്ക് എത്ര ആൻസർ കിട്ടിയത്? 210. 210 അല്ലെ? ഓക്കെ ഓക്കെ. അടുത്ത സംഖ്യയാണ് തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 100. ഇവിടെയാണ് നിങ്ങൾക്ക് ചിലർക്ക് സംശയം വന്നേറത്. നോക്കാം, നമ്മൾ തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 100 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പമുണ്ട്. കാരണം n സ്ക്വയർ = ആണ് 100 അല്ലെ? നോക്കിയേ, തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ ഫോർമുല n സ്ക്വയർ ആണ്. ആ n സ്ക്വയർ തുക എത്രയാന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? n സ്ക്വയർ = 100 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ n = എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ റൂട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകും. അപ്പൊ അതെന്തായി? റൂട്ട് സ്ക്വയറോ? ഈ സ്ക്വയർ അപ്പുറത്തോട്ട് പോകും അല്ലെ? അപ്പൊ റൂട്ട് 100 എന്ന് പറയുമ്പോ എത്ര? 10 ആണ് വരണേ. മനസ്സിലായോ? 10 × 10 ആണ്. നമ്മൾ അതാണ് വർഗവും വർഗമൂലമൊക്കെ നമ്മൾ ഇതിനെ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു 30 വരെയെങ്കിലും നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? ഈ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഡൗട്ട് പറഞ്ഞത്. അതായത് നമ്മളുടെ എണ്ണൽ സംഖ്യകളുടെ തുക, നമ്മുടെ ഫോർമുല എന്താണ്? n × n + 1/2 = നമുക്ക് 105 ആണ് വന്നേ അല്ലെ? അപ്പൊ n × n + 1 = എന്ത് വരും? 105 × 2. അതായത് നമ്മൾ പറഞ്ഞു ഇതിവിടെ ഹരണമാണ്. ഈ ഹരണ സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനമായിട്ട് മാറും. അപ്പോ ഇവിടെ നോക്കാം, n × n എന്ന് പറയുമ്പോൾ n സ്ക്വയർ ആണ്. n സ്ക്വയർ + 1 × n ചെയ്യാം അല്ലെ? n × 1. n × 1 എന്ന് പറയുമ്പോൾ n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 105 × 2 ചെയ്യാം. എത്ര വരും? നമുക്ക് 210 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നോക്കാം, ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. അതായത് n സ്ക്വയർ + n 210 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു -210 = 0. ഇനി നമുക്ക് n ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ? ഇത് നമുക്ക് ഓപ്ഷൻ നിന്ന് പോയിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. അതായത് ഇതൊരു പോളിനോമിയലിന്റെ രൂപത്തിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചത് പതുക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. അതായത് n ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? n ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ n എണ്ണൽ സംഖ്യയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഫാക്ടർ നമുക്ക് എടുക്കണം. ഫാക്ടേഴ്സ് നമുക്ക് എടുക്കണം. അതെങ്ങനെയാന്ന് ചോദിച്ചാല്
അതായത് നമ്മൾ രണ്ട് സംഖ്യകൾ നമുക്ക് കിട്ടും. അത് ഏതൊക്കെ രണ്ട് സംഖ്യകൾ നമ്മൾ ഇൻഡു ചെയ്യുമ്പോഴാണ് -210 കിട്ടുക. അതേ രണ്ട് സംഖ്യകൾ തമ്മില് നമ്മൾ കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടണം? ഈ എന്നിന്റെ വാല്യൂ കിട്ടണം. എന്നിന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ വെച്ചാൽ 1 ആണ്. 1 ഇൻറ്റു n ആണ് n എന്ന് പറയുന്നത്. ഈ n എന്ന് പറഞ്ഞാല് 1 ഇൻറ്റു n ആണ്. അതായത് ഏതോ രണ്ട് സംഖ്യകൾ നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് -210 കിട്ടും. ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോ നമുക്ക് 1ഉം കിട്ടും. അങ്ങനെ കിട്ടണം. അതായത് ഇവിടെ ഉള്ളത് ഈ രണ്ട് ഫാക്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എന്നിന്റെ കൂടെ കിടക്കുന്ന 1ഉം കിട്ടണം, ഇൻറ്റു ചെയ്യാൻ -210 കിട്ടണം. അപ്പൊ ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കണേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 1 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെ, 1 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്ന രണ്ട് നമ്പറുകളും തമ്മിൽ അടുത്തടുത്ത നമ്പർ ആയിരിക്കും 1 കിട്ടണമെങ്കിൽ, അല്ലെ. ഇവിടെ അതായത് എന്നിന്റെ വാല്യൂ അല്ലെ എന്നിന്റെ അടുത്ത് കിടക്കുന്നത് 1 ആണെങ്കിൽ ഈ 1 എന്ന ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഇൻഡു ചെയ്യാൻ എടുക്കുന്ന രണ്ട് നമ്പർ അടുത്തടുത്ത നമ്പർ ആവണ്ടേ? അതായത് ഒന്ന് വ്യത്യാസമുള്ള നമ്പറുകൾ ആയിരിക്കണം. നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ അതായത് നമുക്കൊരു 15, അല്ലെ, നമ്മൾ 15 എടുത്തു. നമുക്ക് 15 ഇൻറ്റു 14 എടുത്ത് നിങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ 15 എടുത്തു. 15 തൊട്ടടുത്തുള്ള നമ്പർ 15, 14, 15, 16 ഒക്കെ എടുത്ത് നോക്കാം. 5 ഇൻറ്റു 4 20, 2, 1 ഇൻറ്റു 4 4, 2 6, 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 1 1, 0, 11, 210 നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്, അല്ലെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൽ ഒരു നമ്പർ മൈനസും ഒരു നമ്പർ പ്ലസും ആവുമ്പോഴാണ് -210 കിട്ടുക, അല്ലെ. അപ്പൊ ഇതിൽ ഏത് നമ്പർ മൈനസ് ആവണം, ഏത് നമ്പർ പ്ലസ് ആവണം എന്ന് ആലോചിക്കുക. മനസ്സിലായോ? ഒരു നമ്പർ മൈനസ് ആയിരിക്കും, ഒരു നമ്പർ പ്ലസ് ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യം ആലോചിക്കുക, ഈ n എന്ന് പറയുന്നതിന്റെ അടുത്ത് കിടക്കുന്ന ഈ 1 ഉണ്ടല്ലോ, ഈ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. വലുതീന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ്, ഈ വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ ഈ വലിയ സംഖ്യ ആയിരിക്കണം പോസിറ്റീവ് സംഖ്യ. അപ്പൊ ഇവിടെ നോക്കുക, 15 വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 15 നമുക്ക് പോസിറ്റീവ് ആക്കാം, 14 നമുക്ക് മൈനസ് ആക്കാം. മനസ്സിലാവണുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം, ബുക്കിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് 15 ഇൻറ്റു -14 ഈക്വൽ ടു 210, അല്ലെ. 15 മൈനസ് 14 സമം 1. ഇവിടെ 1 കിട്ടിയില്ലേ? ഇവിടെ 1 കിട്ടി, ഇവിടെ -210 കിട്ടി, അല്ലെ. ഇവിടെ -210 നിങ്ങൾ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഫാക്ടർ ആക്കിയിട്ട് എഴുതും നോക്കാം. ഇവിടെ എഴുതാം, n, അതായത് n -14 ഇൻറ്റു n പ്ലസ് 15 ഈക്വൽ ടു 0 ആണ്. അതായത് n -14 ഈക്വൽ ടു 0 എന്ന് പറയും. n ഈസ് ഈക്വൽ ടു 14 ഒരു വാല്യൂ കിട്ടി n-ന്. ഇനി n-ന് മറ്റൊരു വാല്യൂ കൂടി ഉണ്ട്, അതായത് n പ്ലസ് 15 ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മൾ n ഈസ് ഈക്വൽ ടു വരുമ്പോൾ സമചനത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ n ഈസ് ഈക്വൽ ടു -15 എന്നും വരും. നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ഒരു എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കും. നമുക്ക് 14 എന്ന് പറയുന്ന സംഖ്യ ആൻസർ ആയിട്ട് വരും. ആദ്യത്തെ 14 എണ്ണൽ സംഖ്യയുടെ തുകയാണ് 105 എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായോ? എങ്ങനെ എടുക്കാന്നുള്ളത് മനസ്സിലായോ? മനസ്സിലാവാത്തതൊന്ന് കമന്റ് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മനസ്സിലാവാത്തതൊന്ന് കമന്റ് ചെയ്യോ പ്ലീസ്? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായില്ല? സിമിക ബോൾസ് മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാട്ടെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. സ്ക്രീൻ എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാട്ടാ. ഓക്കെ,
ഓക്കെ, നമ്മുടെ ഫോർമുല നോക്കാം. നമ്മുടെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 105. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണ് അല്ലേ? ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഈ അനീഷ് ചോദിക്കുന്നുണ്ട്, ഒരു ഇക്വേഷൻ അല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്, മനസ്സിലായോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മളത് ആ ഭാഗത്തേക്ക് പോവാത്തത് കൊണ്ടാണ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത. നമ്മൾ ഇതിപ്പോ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം, മനസ്സിലായോ? നമ്മളെ നമ്മൾ ഈ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും മാത്സിന്റെ ഓരോ ഏരിയാസ് നമുക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം കൂടി നമുക്ക് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. അപ്പൊ n ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫോർമുലയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെ? അപ്പൊ n ഇൻറ്റു n പ്ലസ് 1 ഈ ഡിവൈഡ് ബൈ 2 നമ്മൾ എന്ത് ചെയ്യും? സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലെ? അപ്പൊ 105 ഇൻറ്റു 2 ഈ കാരണം ഇൻറ്റു ആയിട്ട് മാറും അല്ലെ? ഇനി നമ്മൾ ഇവിടെ ചെയ്യാം, ഈ n-നെ ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പൊ n ഇൻറ്റു n സ്ക്വയർ അല്ലെ? ഇനി n ഇൻറ്റു പ്ലസ് 1 ആണ്. ഇവിടെ പ്ലസ് n ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1n ആണ്. അതിനെയാണ് നമ്മൾ n എന്ന് എഴുതണേ. അവിടെ ഒരു n ആണ്, n എന്ന് നമ്മൾ എഴുതും. ഈക്വൽ ടു 105 2 ചെയ്യുമ്പോൾ നമുക്ക് 210 കിട്ടും അല്ലെ? ഇനി ഇതിനെല്ലാം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ആക്കാണ്. ഇതിന് ഈക്വൽ ടു 0 ആക്കും. n സ്ക്വയർ പ്ലസ് n മൈനസ് 210 ഈക്വൽ ടു 0 വന്നു. നമുക്ക് ഇതിൽ നിന്ന് n-ന്റെ വാല്യൂ കിട്ടണം അല്ലെ? n-ന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യും? അപ്പൊ ഇതിലൊരു നമ്മൾ n-ന്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഇതിന്റെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി ഇതാണ്. നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകൾ രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടണം. അതായത് n-ന്റെ 1 കിട്ടണം. ഓക്കെ, ആ രണ്ട് നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 210 ഇവിടത്തെ നമ്പർ കിട്ടണം. ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 210 കിട്ടണം, പ്ലസ് 2 ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പൊ ഏതൊക്കെ രണ്ട് നമ്പർ എടുത്താലാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂട്ടുമ്പോൾ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് അടുത്തടുത്ത നമ്പറുകൾ എടുക്കണം അല്ലെ? അടുത്തടുത്ത നമ്പറുകളായിരിക്കും. അത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ഈ 1 എന്ന് പറയുന്നത് അല്ലെ? അതിൽ ഒരു നമ്പർ പ്ലസ് ആയിരിക്കും, ഒരു നമ്പർ മൈനസ് ആയിരിക്കും. അല്ലാതെ നമുക്ക് 210 എന്നുള്ള സാധനവും നമുക്ക് കിട്ടാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഇന്ന് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ചെയ്യാം. കാരണം PSC പരീക്ഷകളിൽ നമുക്ക് എന്തുണ്ട്? ഓപ്ഷൻ ഉണ്ട്. പല പ്രോബ്ലംസും PSC പരീക്ഷകളിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എക്സാമ്പിളിലേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ ഒരെണ്ണാണ് ഉത്തരം അല്ലെ? 4 ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാന്നുള്ളതും ഒരു ഓപ്ഷൻ, നമുക്കൊരു ഓപ്ഷനാണ്. മനസ്സിലായോ? നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നിങ്ങൾ മാത്സ് ചെയ്യുന്നുണ്ടാവുക. PSC പരീക്ഷയിൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ആരും അന്വേഷിക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആ ആൻസറിലേക്ക് എത്തിയാൽ മതി. ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മൾ ഇത് മാത്സ് ചെയ്ത് കഴിയുമ്പോൾ പലർക്കും സ്വന്തമായ പല ട്രിക്കുകളും ഉണ്ടായി വരും. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെ നമ്മൾ കറക്കി കുത്തി വെറുതെ കറക്കി കുത്തല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിൽ നമുക്ക് കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഓപ്ഷനിൽ നിന്ന് എടുത്തിടാം. നോക്കാം, നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ A ആണ് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ A എന്ന് പറയുമ്പോൾ അതിൽ 15ഉം അതിന്റെ അടുത്ത നമ്പർ നമ്മൾ 15ഉം 14ഉം തമ്മിൽ എടുത്ത് ഞാൻ ഇൻറ്റു ചെയ്യാണ്. 15 × 14 ഞാൻ ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 210 ആണ്. 210 ആൻസർ 15 × 14 ചെയ്യുമ്പോൾ. അപ്പൊ 15 × 14 ഈ മൈനസ് 210 കിട്ടണം എന്നുണ്ടെങ്കിൽ, മൈനസ് 210 കിട്ടണ്ടേ, ഒരു നമ്പർ പ്ലസും ഒരു നമ്പർ മൈനസും ആയിരിക്കണം അല്ലെ? മൈനസ് 210 കിട്ടണമെങ്കിൽ ഒരു നമ്പർ പ്ലസും അടുത്തൊരു നമ്പർ മൈനസും ആയിരിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇതേ രണ്ട് നമ്പറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന ആൻസറും കിട്ടണം. 1 എന്ന് വെച്ചാൽ പോസിറ്റീവ് 1 ആണ്. പോസിറ്റീവ് 1 ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, മൈനസും പോസിറ്റീവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമാണ് ഇടുക. വലുതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ഈ 15 നമുക്ക് പോസിറ്റീവ് ആക്കാം അല്ലെ? 14 നമുക്ക് മൈനസ് ആക്കാം. അപ്പൊ പ്ലസ് 15 ഇൻറ്റു മൈനസ് 14 ചെയ്യുമ്പോൾ മൈനസ് 210 നമുക്ക് ആൻസർ വരും അല്ലെ? ഇനി നോക്കിയാൽ 15 മൈനസ് 14 അല്ലെ? അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്ര ആൻസർ വരുന്നേ? പോസിറ്റീവ് 1 നമുക്ക് ആൻസർ കിട്ടിയില്ലേ? നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ ഫാക്ടർ ആയിട്ട് എഴുതും. ഫാക്ടർ ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യും? n മൈനസ് 14 ഇൻറ്റു n പ്ലസ് 15 ഇടും. ഇനി നമ്മൾ 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തിട്ട് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ n മൈനസ്
സെക്കൻഡ്. n minus 14 ഈക്വൽ ടു നമുക്ക് 0. മനസ്സിലായോ? ഇവിടെ n ഈസ് ഈക്വൽ ടു ഈ -14 അപ്പുറത്തോട്ട് പോകുമ്പോ +14 ആവും. അപ്പൊ ഒരു വാല്യൂ കിട്ടി +14. അടുത്തത് n + 15 ഈക്വൽ ടു 0 ആണ്. n ഈസ് ഈക്വൽ ടു 0 അപ്പുറത്തോട്ട് പോകുമ്പോൾ -15 ആവും. അപ്പൊ n-ന് 2 വാല്യൂ കിട്ടി, 14ഉം 15ഉം. നമുക്കിവിടെ ആൻസറിൽ എന്താ വേണ്ടേ? നമുക്ക് ആൻസറിൽ ഒരു പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എത്ര എണ്ണൽ സംഖ്യകളുടെ തുക, നമുക്ക് -15 സംഖ്യകളുടെ തുക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പറ്റാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് നമ്പറേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? 14 സംഖ്യകളുടെ തുകയാണ് 105. ആദ്യത്തെ 14 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് പറയുമ്പോൾ ഈ 14 നമുക്ക് ആൻസർ വരും. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടിയാ? ഒന്ന് കമന്റ് ചെയ്യാമോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയാമോ? ഓക്കെ, നീനപ്പോൾ ജെൻസിയൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ബിസ്മിയൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലാവാത്തവര് ഇനി ഉണ്ടാ? അടുത്തൊരു പ്രോബ്ലം ഇതുപോലത്തെ തന്നെയാണ് കേട്ടാ. നമുക്കൊന്ന് ചെയ്യാം. അനുജിന്റെ ഒക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതൊന്നും നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്നും കൂടി പ്രാക്ടീസ് ആവും. ഇവിടെ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240. അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയാണ് n × n+1 അല്ലെ? അപ്പൊ n × n+1 ഈക്വൽ ടു 240 ആണ് വരാ. അപ്പൊ n × n എന്ന് പറയുമ്പോൾ n² ആണ് വരാ. n² + n × 1 എന്ന് പറയുമ്പോൾ n ആണ്, ഈസ് ഈക്വൽ ടു 240 വരും. ഇനി നമുക്ക് ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു 0 ആക്കാം. n² + n -240 അല്ലെ? അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസും, നമുക്ക് 0 വന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഒന്ന് തന്നേക്കൊന്ന് നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കും 240 വരണം. അത് തമ്മിൽ കൂട്ടുമ്പോൾ ഇവിടെ 1 വരണം അല്ലെ? n-ന്റെ 1 × n ആണ്, 1 × n ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ? n എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 കിട്ടണം. നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ കിട്ടുന്നുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് 16 ആദ്യത്തെ നമ്പർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 16ഉം 15 എടുത്തു നോക്കാം അല്ലെ? 16 × 15 എടുത്ത് നോക്കി. 5 × 6 30 അല്ലെ? 3 1 × 5 5 3 8 1 × 6 1. ഓക്കെ, 240 ആൻസർ വന്നു അല്ലെ? നമ്മൾ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക്, നിങ്ങൾ 16ഉം അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ എടുക്കും, 16ഉം 17 എടുക്കും. അപ്പൊ സംഖ്യ വേറെ ആയിരിക്കും. 16ഉം 17 എടുത്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 16ഉം 15 ഇട്ട് ചെയ്യണം അല്ലെ? ഞാൻ ഇപ്പൊ 16ഉം 15 തന്നെ ആദ്യത്തേൽ എടുത്തു. എനിക്ക് 240 ആൻസർ കിട്ടി. നമുക്ക് മനസ്സിലായി 16ഉം 15ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 240 കിട്ടി. അതൊരു -240 ആണ് അല്ലെ? ഇനി 16ഉം 15ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം അല്ലെ? അപ്പൊ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസ് ആയിരിക്കണം. അപ്പോ ഏറ്റവും വലിയ സംഖ്യ പോസിറ്റീവ് ആയാൽ മാത്രമാണ് നമുക്ക് 1 ആൻസർ കിട്ടുള്ളൂ. +1 ആൻസർ കിട്ടുള്ളൂ ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ചെറിയ സംഖ്യക്ക് മൈനസ് കൊടുത്തു, വലിയ സംഖ്യ പ്ലസ് കൊടുത്തു. അപ്പൊ 16 × +16 × -15 -240 നമുക്ക് ആൻസർ വരും. +16 -15 ചെയ്യുമ്പോൾ 1 നമുക്ക് ആൻസറും കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം അല്ലെ? n + 16 n + 16 ഈക്വൽ ടു 0. n ഈസ് ഈക്വൽ ടു -16 അല്ലെ? ഇനി അടുത്തതെടുത്ത് ചെയ്യാം. അടുത്തത് എങ്ങനെ ചെയ്യാം? n - 15 = 0, n = 15 വരും അല്ലെ? അപ്പൊ 15 ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240. നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്കത് മനസ്സിലായോ? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പലതായിട്ട് ട്രൈ ചെയ്യേണ്ടി വരും. 1 × 240, 2 അല്ലെങ്കിൽ 1 × 240, 2 അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പല നമ്പർ ഇട്ട് ഇത് ട്രയൽ ആൻഡ് മെത്തേഡിൽ കൂടെയാണ് അത് ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ പലതും ചെയ്ത് നോക്കേണ്ടി വരും. ഇതിപ്പോ നമ്മൾ ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം ഈ 4 ഓപ്ഷനിൽ ഒരെണ്ണമാണ് ഉത്തരം. അതുകൊണ്ട് ഓപ്ഷൻ ഇട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മനസ്സിലായി? PSC പരീക്ഷയിൽ നമ്മൾ സ്കൂളിൽ ചെയ്ത പോലെ സ്റ്റെപ്പ് വെച്ച് ചെയ്യേണ്ടെന്ന് ആലോചിക്കണ്ട. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് പാൻ എടുക്കാണ്ട് തന്നെ
ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില പ്രോബ്ലംസ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനും പറ്റിയെന്ന് വരും. അപ്പൊ നമ്മുടെ സമയം അത്രമാത്രം ലാഭിക്കാം. PSC എക്സാമിൽ നമുക്ക് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് മാത്സ് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് പലരുടെയും സമയം പോവാ. മാത്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ സമയം എങ്ങനെയൊക്കെ നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ് നമ്മൾ മാത്സ് പഠിച്ചു വരുമ്പോ ചിന്തിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു PDF കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തേക്ക് പോട്ടെ? നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? ഞാൻ കഴിഞ്ഞ ദിവസത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ തന്നതിൽ ഒരു 4 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് ഓക്കെ പറഞ്ഞിട്ട്, ജെൻസി, ബിസ്മി, അഞ്ജു അല്ലെ, അന്ന ഒക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു പോവാം, കാരണം അതിലും ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേറെ തരണോ? എന്തോ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഇട്ട് തരുമോ? ഞാൻ ഇട്ട് തരാം. ഇപ്പയാണോ അതോ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി ഇട്ട് തന്നാ അല്ല, മതിയാ? പിന്നെ ചെയ്യാൻ തന്നാ മതി. പിന്നെ പിന്നെ ചെയ്യാൻ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഇട്ട് തരാം കേട്ടാ, ചെയ്യാൻ ഇട്ട് തരാം. ഓക്കെ, ഇതിനകത്ത് ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നതില് 4 ചോദ്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക അത് ചെയ്യാൻ കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്റെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ആൻസറേ പറയാനുള്ളൂ. ആൻസർ നമുക്ക് 10 100 നമുക്ക് ആൻസർ വരും കേട്ടാ. ചെയ്തു നോക്കാം. ചെയ്തു നോക്കാത്തവര് ചെയ്തു നോക്കാം. അതായത് ക്ലാസ് 2ന്റെ നോട്ടിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ പറയണത് കേട്ടാ. മെത്തേഡ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഗ്രൂപ്പിലോട്ട് നമ്മള് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസർ മാർക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? നിങ്ങൾ ആൻസർ കിട്ടിയിരുന്നാ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ PDF ഒക്കെ? ഇല്ല മാം, ഇത് ഡൗട്ടുള്ള ക്വസ്റ്റ്യനാ. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വേഗം ചെയ്തോ. കിട്ടി, ജിസ്സിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യാത്തവരാന്നുള്ള ഭൂരിഭാഗം പേരും. ആദ്യത്തെ ഇതിൽ നോക്കാം. ആദ്യത്തെ 20 ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക എന്ന് നമ്മൾ പറയുമ്പോ ആദ്യത്തെ 20 ഒറ്റസംഖ്യ നമ്മൾ ആദ്യം കാണാം. 20 ഒറ്റസംഖ്യകളുടെ തുക നമ്മൾ n സ്ക്വയർ വെച്ച് കണ്ടു. 20 സ്ക്വയർ ഈക്വൽ ടു 400 നമുക്ക് ആൻസർ വന്നു അല്ലെ. 1020 ഒറ്റസംഖ്യകളുടെ തുക നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക അല്ലെ. ഇത് ആദ്യത്തെ 1 തൊട്ട് 20 വരെയുള്ള ഒറ്റസംഖ്യ, പിന്നെ അടുത്ത 21 തൊട്ട് 40 വരെയുള്ള ഒറ്റസംഖ്യ അല്ലെ. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. അപ്പൊ ആദ്യത്തെ 20 ഒറ്റസംഖ്യയുടെ തുക നമുക്ക് കാണാൻ പറ്റും അല്ലെ. n സ്ക്വയർ വെച്ച് കണ്ടു, 20 സ്ക്വയർ വെച്ച് ചെയ്തു, നമുക്ക് 400 നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക നമുക്ക് കാണണം അല്ലെ. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക എന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എളുപ്പത്തിലുള്ള മാർഗം എന്ന് പറയുന്നത് ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക കണ്ടിട്ട് ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക അതിന് കുറച്ചാ പോരെ. മനസ്സിലായോ? അതായത് നമുക്ക് 21 തൊട്ട് 40 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണണം. നമ്മൾ ആദ്യത്തെ 20 സംഖ്യകളുടെ തുക കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക കണ്ടിട്ട് അതിൽ നിന്ന് ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക കുറച്ചാൽ എന്ത് കിട്ടും? അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക കിട്ടും അല്ലെ. തൊട്ടടുത്തൊരു 20 ഒറ്റസംഖ്യയുടെ തുക കിട്ടും. നമ്മൾ ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുക ഇവിടെ കണ്ടിട്ടുണ്ട്. 40 സ്ക്വയർ ഈക്വൽ ടു 1600. നമ്മൾ പറയുന്നത് രണ്ടാമത്തെ സെറ്റില് അല്ലെ. അതായത് 21 തൊട്ട് 40 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. മൊത്തം 40 ഒറ്റസംഖ്യകളുടെ തുകയിൽ നിന്നും എന്ത് കുറച്ചു? 1020 ഒറ്റസംഖ്യകളുടെ തുക കുറച്ചു. അപ്പൊ 1600 നമ്മള് 400 കുറയ്ക്കുമ്പോൾ നമുക്ക് 1200 ആൻസർ കിട്ടി. നമ്മുടെ ഉത്തരം കഴിഞ്ഞിട്ടില്ല. നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക. അപ്പൊ ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക നമുക്കറിയാം 400. പിന്നത്തെ 20 ഒറ്റസംഖ്യകളുടെ തുക 1200. അപ്പൊ ചോദിച്ചത് എന്നിട്ടാണ് 400-നേക്കാളും എത്ര കൂടുതലാണ് 1200. ക്വസ്റ്റ്യൻ കത്തിയ നിങ്ങൾക്ക്? ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? ക്വസ്റ്റ്യൻ കത്തിയ? അപ്പൊ എന്ത് ചെയ്താൽ 1200 400 കുറയ്ക്കുക. 1200 400 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800 ആൻസർ കിട്ടും. മനസ്സിലായോ? 1200 നമ്മൾ എന്ത് ചെയ്യും? 400 കുറയ്ക്കുമ്പോൾ നമുക്ക് 800 ആൻസർ കിട്ടും. ഇത്രയ്ക്കൊക്കെ നിങ്ങൾ ചെയ്തു തരുന്നത്. അങ്ങനെയാണ് 800 ആൻസർ വരുന്നത്.
ക്വസ്റ്റ്യൻ ക്ലിക്ക് ആവാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ഇത് കിട്ടാണ്ട് പോയിണ്ടാവുക. ഓക്കെ, ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാണ്ട് ഇഗ്നോർ ചെയ്യാത്തോണ്ടാണോ മനസ്സിലാവാത്തോണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യണണ്ടാ. ഓക്കെ, കിട്ടിയെന്ന് പറയുന്നേ. അടുത്ത ചോദ്യത്തേക്ക് ഞാൻ പോവാണ് കേട്ടാ. അടുത്ത ചോദ്യത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തേക്ക് പോകണം. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക നേരെ ഫോർമുലയ്ക്ക് ഇട്ട് ചെയ്താൽ മതി. എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്നുള്ള ഫോർമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 അല്ലെ, ഡിവൈഡഡ് ബൈ 6 ആണ്. ഈ എന്നുകൾ അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ കാൽക്കുലേഷൻ തെറ്റിച്ച ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. ഈ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാം. അതായത് 6 ഇൻറ്റു n എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. 6 പ്ലസ് 1, ഇത് ആദ്യം ഏതാ ഗുണിക്കണ്ടേ, ആദ്യം ഏതാ കൂട്ടണ്ടേന്ന് സംശയമുള്ള ആൾക്കാരെ ഇപ്പൊ തെറ്റിച്ചിട്ടുണ്ടാവും. 2 ഇൻറ്റു 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യാം. അല്ല, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം കുടിക്കുക കേട്ടാ. 6 1 അല്ലെ, 7 അല്ലേ. അപ്പൊ 6 ഇൻറ്റു 7. ഇവിടെ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 6 എത്രയാണ്? 6 ഇൻറ്റു 2 12. ബോർഡ് മാസം കൊടുക്കാം. ആദ്യം ഇൻറ്റു ചെയ്തിട്ട് വേണം പിന്നെ പ്ലസ് ചെയ്യാൻ. 6 ഇൻറ്റു 2 ബോർഡ് മാസം ഓർമ്മയുണ്ടാ? ആദ്യം ഹരണം ചെയ്യാം, പിന്നെ ഗുണനം ചെയ്യാം, പിന്നെ പ്ലസ് ചെയ്യാം, പിന്നെ മൈനസ് ചെയ്യാം. അപ്പൊ 6 ഇൻറ്റു 2 12 വരെ അല്ലെ. ഇവിടെ 6 ഇൻറ്റു 7 കേട്ടാ. ഈ 6ഉം ഇവിടെ 6 പ്ലസ് 1 7 കേട്ടാ. ഇൻറ്റു ഇവിടെ എന്താണ്? 2 ഇൻറ്റു 6 എന്ന് പറയുമ്പോ 12. 12 പ്ലസ് 1 എന്ന് പറയുമ്പോ 13 ഡിവൈഡ് ബൈ 6. ഇവിടെ 6 ഇൻറ്റു 7 എത്രയാ? 6 ഇൻറ്റു 7 42 ഇൻറ്റു 13 ഡിവൈഡ് ബൈ 6 വരും. ഇവിടെ ഒന്ന് ചെയ്യാം. 7 6 42, 13ന്റെ 7 ചെയ്യാം. 91 ആൻസർ വരും. 91 ആൻസർ കിട്ടിയാ? ഇൻറ്റു ഒക്കെ ചെയ്യപ്പോ തെറ്റിപ്പോയ ആൾക്കാരുണ്ടാവും. നിങ്ങൾ കുറെ മാത്സ് യാതൊരു ടച്ചില്ലാണ്ട് പണ്ടെങ്ങോ പഠിച്ചവിടെ എടുത്തു വെച്ച ആൾക്കാർ ആദ്യമായിട്ട് കോച്ചിങ്ങിന് വരുമ്പോൾ അവർക്ക് കിട്ടാണ്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാട്ടാ. ഈ ഗുണനോ കാരണമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഓക്കെ, അപ്പൊ നമുക്ക് 91 ആൻസർ കിട്ടി. ഇനി ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക. അപ്പൊ അതിന്റെ ഫോർമുലയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അല്ലെ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫോർമുലയിൽ ഇട്ട് ചെയ്തപ്പോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ ഞാൻ. നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് കാണിക്കണം എന്ന് ചെല്ലൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലിട്ട് ചെയ്യുമ്പോ തെറ്റിപ്പോകുന്നു പലർക്കും. നോക്കാം. അപ്പൊ നമ്മുടെ n എത്രയാണ്? n 10 അല്ലേ. നോക്കാം. n 10 10 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ നോക്കാം. 10 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇതല്ലേ വരുന്നേ. ഓക്കെ, ഇനി ചെയ്ത് നോക്കിയാൽ എത്ര വരും നോക്ക്. 10 ഇൻറ്റു 11 10 ഇൻറ്റു 11 എത്ര വരും? 121. 121 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 11 എത്ര? 121. 121 ഡിവൈഡഡ് ബൈ 2 വരും, ഹോൾ സ്ക്വയർ വരും. ഇനി 121 ഇൻറ്റു 121 ചെയ്ത് തെറ്റിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ആൻസർ കിട്ടിയിരുന്നാ? ആൻസർ കിട്ടിയിരുന്ന് കമന്റ് ചെയ്തേ. ആൻസർ കിട്ടിയിരുന്ന് കമന്റ് ചെയ്തേ. ഓക്കെ,
ഇതൊന്നും തെറ്റിപ്പോയി, മാറിപ്പോയതാ. ഓക്കെ, നമ്മൾ 10 × 11 എത്രയാ പറഞ്ഞേ? 10 × 11 110 അല്ലേ വരുന്നേ, അല്ലേ? 10 × 11 110. ഓക്കെ, 10 × 11 110 ഡിവൈഡഡ് ബൈ 2 അല്ലേ വരുന്ന ആൻസർ. ഓക്കെ, ആൻസർ കിട്ടിയെന്നോളൂ അല്ലെ? 3025 എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഹോൾ സ്ക്വയർ ആണ്. അപ്പോ 110 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോ 55 വരാം അല്ലെ? 55 സ്ക്വയർ ചെയ്യാം. 55 × 55 ചെയ്യുമ്പോൾ നമുക്ക് 3025 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയാ? 3025 ആൻസർ കിട്ടിയാ? കുറെ പേര് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അച്ഛന, ഏഞ്ചല്, റോസ്മരിയ, ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമുക്ക് അടുത്തയിലേക്ക് പോവാം. 3025 കുറെ പേര് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഏരിയ നിങ്ങൾക്ക് ഏകദേശം നമ്മളിപ്പോ ബോർഡ് മാസ്, അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, അതിന്റെ കാര്യങ്ങള്, പിന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ n എണ്ണൽ സംഖ്യകളുടെ തുക, n ഇരട്ട സംഖ്യകളുടെ തുക, n ഒറ്റസംഖ്യകളുടെ തുക, n എണ്ണൽ സംഖ്യകളുടെ വർഗം, നമ്മുടെ വർഗങ്ങളുടെ തുക, നമ്മുടെ ക്യൂബുകളുടെ തുക, ഇതൊക്കെയാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ 11 വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ കാര്യം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാം. നമ്മൾ 12ന്റെ കോപ്രൈം അല്ലെ? 12ന്റെ, അതായത് നമുക്ക് 12 എന്ന് പറയുന്നതിന്റെ ഇത് നമുക്ക് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് 12. അപ്പൊ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പെടുന്ന ഒരു സംഖ്യയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതായത് 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് 12 അല്ലെ? ഇപ്പൊ 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യ എന്തുകൊണ്ടും കൂടി ഹരിക്കാം? 12 കൊണ്ടും കൂടി ഹരിക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, ഓപ്ഷനിലേക്ക് നോക്കാം. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഓപ്ഷനിൽ ഏതുള്ളതെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോ അപ്പൊ നിങ്ങൾ ആലോചിക്കാം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എങ്ങനെ മനസ്സിലാക്കാം? അത് തന്നിരിക്കുന്ന എല്ലാ നമ്പറിലെ എല്ലാ സംഖ്യകളും കൂടി കൂട്ടുമ്പോ അത് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ആ സംഖ്യയുടെ മൊത്തത്തിൽ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമെന്ന് അല്ലെ? ഇനി 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു സംഖ്യ കാണുമ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ ഒന്നെങ്കിൽ 00 ആയിരിക്കണം, അല്ലെങ്കിൽ 4ന്റെ ഗുണിതമായിരിക്കണം. ഓർമ്മയുണ്ടാ ഡിവിസിബിലിറ്റി പഠിച്ചത്? ഇവിടെ ഓപ്ഷൻ എ എടുത്ത് നോക്ക്, ഓപ്ഷൻ എ എടുത്ത് നോക്കാട്ടാ. നോക്കിയേ, 2 6 8 3 2 0 0. ഈ തമ്മിലൊന്ന് കൂട്ടിയേ. 2 + 6 + 8 + 3 + 2 അല്ലെ? 4 8 8 16 16 3 19 19 2 21. 21 പറയുമ്പോൾ ഒരു 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പർ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു നമ്പറാണ്. ഈ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു നമ്പർ ആണോ നോക്കാം. ഇതിന്റെ ഏറ്റവും അറ്റത്തെ നമ്പർ 00 അല്ലേ? എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇത് 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആണെന്ന് മനസ്സിലായി അല്ലെ? ഈ 2 നമ്പർ ഒന്നെങ്കിൽ 4 കൊണ്ട് പൂർണ്ണമായിട്ട്, ഒന്നെങ്കിൽ 4ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ ഈ 2 നമ്പറുകൾ 00 ആയിരിക്കണം. ഇപ്പൊ രണ്ടും 00 ആണ്. നമുക്ക് മനസ്സിലായി 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണ് 26 83 200. അതുകൊണ്ട് ഈ നമ്പറിനെ എന്തുകൊണ്ടും കൂടി ഹരിക്കാം? 12 കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയാ? ക്ലിയർ ആയാ? നമ്മൾ 11ന്റെ വരെ ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് 12ന്റെ ആണ്. ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നോട്ടിലൊന്ന് എഴുതി വെക്കാം അല്ലെ? ഒരു നമ്പറിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം എഴുതി വെക്കാം. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാവുന്ന നമ്പർ ആണെങ്കിൽ
അതിന് നമുക്ക് 12 കൊണ്ടും ഹരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഉത്തരം പറ. 1 അല്ലേ? ഓക്കെ, 1 ഉത്തരം പറ. 1 ശരിയാണോ? ബാക്കിയുള്ളൊരു കമന്റ് ചെയ്യും. 1 ശരിയാണോ എന്ന് പറ. 1 ജിസ് അർച്ചനക്ക് 1 പറയുന്നുണ്ട് അല്ലെ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാ? ഏറ്റവും വലിയ 4 സംഖ്യ 9999 അല്ലെ. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാ? 10,000 അല്ലെ. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ 10,000. 10,000 9,999 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോ 1 അല്ലേ? 1 ആൻസർ വരുന്നത്. ആൻസർ ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ. ഓക്കെ, അടുത്തേക്ക് പോവാം. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിനെ ഒന്ന് ചെയ്തേ. നിങ്ങൾ 1 തൊട്ട് 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഒന്ന് ചെയ്തേ. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യും. എണ്ണൽ സംഖ്യകളുടെ തുക. ആൻസർ കമന്റ് വരുന്നുണ്ട്. അത് തന്നെയാണോ എല്ലാവരും കിട്ടിയെന്ന് നോക്കാം. ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ഇനി ആൻസർ വരട്ടെ. വീണ്ടും സി വരുന്നുണ്ട്, എ വരുന്നുണ്ട്. വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഉത്തരം വരട്ടെ. സി വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, ഡി മാത്രം ആരും പറഞ്ഞിട്ടില്ല. വീണ്ടും സി വരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം അല്ലെ. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2 അല്ലേ. 50 × 50 + 1 ÷ 2 25. 25 × 51 അല്ലേ. 25 × 51 ഒന്ന് ചെയ്ത എല്ലാവരും. ചെയ്തെല്ലാവരും. ആൻസർ 1275 കിട്ടിയാ? ഓപ്ഷൻ സി ആണ് ഉത്തരം വരണത്. നോക്കിയാ n × n + 1/2 ചെയ്യാ. 50 × 51 ÷ 2 അല്ലെ. രണ്ടും ഈ 50 തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. 25 × 51 ചെയ്യാം നമുക്ക്. 25 × 51 ചെയ്യുമ്പോ 1275 ആൻസർ വരും അല്ലെ. ഓപ്ഷൻ സി കിട്ടിയില്ലേ? ആ ബിയും എക്ക് ഉത്തരം കിട്ടിയവർ ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. ക്ലിയർ ആയാ? ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയൊക്കെ തെറ്റിപ്പോവാന്നിപ്പോ മനസ്സിലാവും അല്ലേ. എങ്ങനെയൊക്കെ തെറ്റിപ്പോവാന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഗുഡ്. നമുക്ക് അടുത്തേക്ക് പോവാം. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക വേഗം കണ്ടോ. തെറ്റിക്കോ നോക്കട്ടെ. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക പറഞ്ഞോ, ചെയ്തോ. ഫോർമുല മറച്ചു നോക്കായിരിക്കും. ഫോർമുല പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ പഠിച്ച ഫോർമുല എണ്ണൽ സംഖ്യകളുടെ, ഒറ്റസംഖ്യകളുടെ, ഇരട്ടസംഖ്യകളുടെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചുമരിലൊക്കെ ഒന്ന് എഴുതി ഒട്ടിച്ചൊക്കെ വെക്കുക. പോണ വഴിക്ക് പഠിക്കാനായിട്ട് കേട്ടാ. നടക്കണ വഴിക്ക്. പിന്നെ ഇപ്പൊ എത്ര പഠിച്ചാലും 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇട്ട് തന്നാൽ നിങ്ങൾ ഫോർമുല മറന്നുണ്ടാവും. പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് മാത്സ് നമുക്ക് ഓക്കെ ആവുള്ളൂ. ഓപ്ഷൻ എ നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. ഇനി മറ്റു ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പോരട്ടെ. വന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ എത്രയാണ്? 1 മുതൽ 100 വരെ തുടർച്ചയായ ഒറ്റസംഖ്യ. ഇതിന്റെ പ്രത്യേകത എന്താ? തുടർച്ചയായ ഒറ്റസംഖ്യ എന്ന് പറയുമ്പോ എത്ര സംഖ്യ വരും ഒറ്റസംഖ്യ? 50 എണ്ണല്ലേ വരുള്ളൂ. കാരണം 1, 3, 5, 7, 9, 11 അല്ലേ പോണേ.
നമ്മുടെ n ഈസ് ഈക്വൽ ടു 50 അല്ലേ? നമ്മുടെ ഫോർമുല n സ്ക്വയർ 50 സ്ക്വയർ എന്ന് പറയുമ്പോ 525 2500 ആൻസർ 2500 വരും കേട്ടാ. ഇതിൽ ട്രിക്ക് ഇതാണ്, ഒറ്റസംഖ്യ ചോദിക്കുമ്പോ എത്ര സംഖ്യയുടെ നമ്പർ ആണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് അതിന് നേർ പകുതി എടുത്തിട്ട് അങ്ങോട്ട് കാണാം അല്ലെ. അപ്പൊ എന്ന് പറയുന്നത് നമ്മളോട് എത്ര വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളെ കാണാൻ പറഞ്ഞേക്കണെന്നുണ്ടെങ്കിൽ അല്ലെ നേർ പകുതി എടുത്തിട്ട് കാണാം. ഓക്കെ, അടുത്തേക്ക് പോവാം. എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ. സിമിക്ക പോളസൺ ചെയ്തിട്ടുണ്ട്, അനുജിൻഡോ. ഓക്കെ, അടുത്തേക്ക് പോവാം. ഒരു സംഖ്യനെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 15ഉം ശിഷ്ടം 5ഉം കിട്ടി. ശരിയായ ഹരണഫലം എത്ര? ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ എക്സ്, അതിനെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം അല്ലെ 17 കൊണ്ട് ഹരിക്കണ്ടേ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം നമ്മൾ 11 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചു. നമ്മുടെ ഹരണഫലം 15 കിട്ടി, ശിഷ്ടം നമുക്ക് 5 കിട്ടി. ശരിയായ ഹരണഫലം എത്ര എന്ന് വെച്ചാൽ 17 കൊണ്ട് ഹരിക്കുമ്പോ എന്താണ് നമുക്ക് ഉത്തരം കിട്ടാന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലെ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ സാധനം അല്ലെ എക്സ് എന്ന സംഖ്യ നമ്മൾ 11 കൊണ്ട് ഹരിച്ചപ്പോ 15 ആൻസർ ഹരണഫലം അല്ലെ, ഹരണഫലവും വന്നു, 5 നമ്മുടെ ശിഷ്ടവും വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാം. അതായത് എക്സ് എന്ന് പറയുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അല്ലെ, നമ്മുടെ 11 × 15 11 × 15 നമ്മുടെ ശിഷ്ടമായിട്ടുള്ള 5 കൂട്ടാം. 11 × 15 എത്ര വരാ? 165 ആണ് വരാ കേട്ടോ. 11 × 15 ചെയ്ത് നോക്കാം. 165 + 5 ചെയ്യുമ്പോ 170 നമുക്ക് സംഖ്യ വരും. അതായത് നമുക്ക് ഇതിനെ നമ്മൾ പറയുന്നത് എന്തെന്ന് പറയാ? ഇതിന് നമ്മള് ഹാരകം എന്ന് പറയും. ഹാരകം അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഡിവിഡന്റ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക, ഡിവിഡന്റ്. ഇതിനെ നമ്മൾ ഹാര്യം എന്ന് പറയും, അതായത് ഡിവൈസർ അല്ലെ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ അങ്ങനെയാവും പഠിച്ചിട്ടുണ്ടാവാം. 15 നമ്മൾ പറയുന്നത് ഹരണഫലം. ഹരണഫലം ഹരണഫലം എന്ന് പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ കോഷ്യന്റ് എന്ന് പറയും അല്ലെ, കോഷ്യന്റ് എന്ന് പറയും. 5 എന്ന് പറയുന്നത് ശിഷ്ടമാണ്. ശിഷ്ടം എന്ന് പറഞ്ഞാൽ അത് റിമൈൻഡർ ആണ്. ഓക്കെ, നമുക്കൊരു നമ്പറിന്റെ നമ്മൾ ഒരു നമ്പറിന്റെ നമ്മൾ അതായത് നമ്മുടെ ഡിവിഡന്റ് അഥവാ ഹാരകം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാര്യം ഇൻറ്റു ഹരണഫലം, ഹരണഫലം പ്ലസ് ശിഷ്ടം. കിട്ടിയാ? ഹാര്യം ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം. വേണ്ടിട്ട് ഞാൻ എഴുതിയതൊന്നും ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇതാണ് ഹാര്യം ട്ടാ. ഇത് ഹാര്യവും ഇത് ഹാരകവുമാണ് ട്ടാ. ഒന്ന് തിരുത്തി എഴുതാൻ നോട്ട് ട്ടാ. ഹാര്യം, ഇവിടെ ഹാര്യം, ഇവിടെ ഹാര്യം, ഇവിടെ ഹാരകം. എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഹാരകം. നമ്മൾ എന്തിനാണോ ഹരിക്കുന്നത്? ഹാര്യം. അതായത് നമ്മുടെ ഡിവിഡന്റ് ഈക്വൽ ടു, ഇംഗ്ലീഷ് മീഡിയംകാരും എഴുതി വെക്കുക, ഡിവിഡന്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് അല്ലെ, കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ. ഈ സാധനം കിട്ടിയാ? കൺഫ്യൂഷൻ ആയിണ്ടാ? നമ്മളിവിടെ ചോദിച്ച ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ 11 × 15 + 5 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 170 കിട്ടി. അതായത് നമ്മുടെ ഹാര്യം എന്ന് പറയുന്നത് 170 ആണ് കിട്ടി. ഈ 170നെയാണ് നമ്മൾ എന്തുകൊണ്ട് ഹരിക്കേണ്ടിയിരുന്നത്? 17 കൊണ്ട് ഹരിക്കേണ്ടിയിരുന്നത്. അപ്പൊ 170നെ 17 കൊണ്ട് ഹരിച്ചോ? ശരിയായ ഹരണഫലം കിട്ടാനായിട്ട് 107 17 കൊണ്ട് ഹരിക്കുമ്പോ 17 ഒരു പ്രാവശ്യം അല്ലെ, ഇവിടെ 0 ആണ് 0 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താലും 170/17 അവിടെ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 10 കിട്ടി. ആൻസർ എന്ത് കിട്ടും? 10 കിട്ടും. കിട്ടിയാ? ആൻസർ 10 കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ ആയത്? ഓക്കെ ആയാ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം അല്ലേ?
കിട്ടിയിരുന്നാ? ഓക്കെ, ക്ലിയർ എന്ന് പറയുന്നുണ്ട്. അനീഷ ഒരു ക്ലിയർ പറയുന്നുണ്ട്. അടുത്തൊരു സംഖ്യ. അടുത്തത്, ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 21 കൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരത്തിനേക്കാൾ 63 കൂടുതൽ കിട്ടി. എന്നാൽ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏത്? തന്നൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കിയേ. തുടങ്ങിയിടാം. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യനെ നമ്മൾ 12 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഏത് കൊണ്ടാ ഗുണിച്ചേ? നമ്മൾ 21 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ശരിയായ ഉത്തരത്തിനേക്കാൾ 63 കൂടുതൽ കിട്ടി. 12 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ശരിയായ ഉത്തരം കിട്ടുക. അതായത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാ? x × 12 ആണ്. മനസ്സിലായി? x × 12 ആണ് ശരിയായ ഉത്തരം കിട്ടണത്. പക്ഷെ നമ്മൾ x × 21 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ശരിയായ ഉത്തരത്തിനേക്കാൾ 63 കൂടുതൽ കിട്ടി. ശരിയായ ഉത്തരം ഏതാ? x × 12. അതിനേക്കാൾ എന്ത് കിട്ടി? അതിനേക്കാൾ നമുക്ക് 63 കൂടുതലാണ് കിട്ടിയത്. കിട്ടിയാ? നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സാധനം അങ്ങനെ തന്നെ ഒരു ഫോർമുലയ്ക്ക് ആക്കി. മനസ്സിലായ? 21 x = 12 x + 63. എക്സിന്റെ വാല്യൂ ആണ് കാണണ്ടേ. എക്സിനെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യാം? 21 x ഇവിടെ ഉണ്ട്. 12 x നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നൂടെ? +12x ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്ത് വെക്കി അല്ലെ? ഈ ഇടതുവശത്തേക്ക് വരുമ്പോ -12x ആകുന്നു, = 63 വരുന്നു. 21 x നിന്ന് 12x കുറയ്ക്കുക. 2x തമ്മിൽ കുറയ്ക്കുക അല്ലെ? 21 മാങ്ങയിൽ നിന്ന് 12 മാങ്ങ കുറയ്ക്കുക എന്ന് പറഞ്ഞ പോലെ 21 x നിന്ന് 12x കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 21 12 കുറയ്ക്കുക 9x. 9x = 63. x = 63 ÷ 9. എത്ര വരാ? 7 × 9 63 അല്ലേ? ആൻസർ 7 കിട്ടിയാ? കമന്റ് ബോക്സിൽ. ഓക്കെ, ആതിര ജോസ് ആണ് ഫസ്റ്റ് കമന്റ് ചെയ്ത് 7. ഏഞ്ചൽ സെക്കൻഡ്. മനസ്സിലായേ ക്വസ്റ്റ്യൻ? നമ്മളാ ഇങ്ങനത്തെ പ്രോബ്ലംസിലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങ് കത്തിയാൽ മതി. ക്വസ്റ്റ്യൻ അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫോർമുലയ്ക്ക് കൊണ്ടുവന്ന സാധനം ഒരു ഫോർമുലയ്ക്ക് ആയാൽ പിന്നെ നമുക്ക് ചെയ്യാം. പിന്നെ കാൽക്കുലേഷൻ തെറ്റാണ്ടിരുന്നാൽ മതി. നമ്മൾ ചെയ്ത് പഠിക്കും തോറും ആണ് ശരിയാക്കാൻ പറ്റുക. ജെൻസി, സിമി ഒന്നുകൂടി പറയണ. ഫോർമുല വന്ന വഴി കുറെ പേർക്ക് ആൻസർ കിട്ടിയതായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പറയണത് കമന്റ് ചെയ്യാത്ത ആൾക്കാരുകള് കുറെ പേര് ഇതിനകത്തുണ്ട് കേട്ടാ. സിയോണൊക്കെ ഇടയ്ക്ക് ഒരു ആൻസർ ഒക്കെ പറയും. സിയോണെ ഉണ്ടാ? അലീഷ, അൽസ, കുറച്ചു പേരൊക്കെ ഉണ്ട്. പേര് വിളിച്ചതുകൊണ്ട് അതിനും പോവരുത് കേട്ടാ. കിട്ടി മിസ് സിയോൺ. ഓക്കെ, ഞാൻ തീരെ കമന്റ് കാണാത്തോടെ പേര് ഇടയ്ക്ക് ഒന്ന് വിളിക്കാം. ഇനി ഞാൻ അടുത്തേക്ക് പോവാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. 120⁻12 ആകെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? മനസ്സിലായേ? 120 ഇത് 12 ആണ് കേട്ടാ. ഇവിടെ 2 അല്ല 12. ചോദിക്കുന്ന എഴുതിയെടുത്തൊക്കെ പോവാം. അവിടെ 12 കേട്ടാ. 12. ഓക്കെ, 120⁻12 ആകെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ ഘടകങ്ങൾ കാണാം, എന്നിട്ട് വേണം അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാൻ. ഘടകങ്ങൾ കിട്ടുമ്പോ അതിൽ അഭാജ്യ ഘടകം എത്രയുണ്ടെന്ന് നോക്കാം. അഭാജ്യം എന്ന് പറയാൻ നമുക്കറിയാം 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ അല്ലെ? 120നെ ഫാക്ടറൈസ് ചെയ്യുക. ഇതിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ശ്രദ്ധിക്കുക. പണ്ട് പഠിച്ചതൊക്കെ മറന്നുപോയവർ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ആദ്യം ചെയ്യാം. ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ആദ്യം ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൈം നമ്പറുകളാണ് എടുക്കുക പൊതുവെ. ഇവിടെ 1 പറ്റിയില്ല, ഇവിടെ 6 എടുത്തു, 12 എടുത്തു അല്ലെ? 6 × 12 നമ്മൾ 0 നമ്മൾ ഇറക്കിയിട്ടു അല്ലെ? വീണ്ടും നമുക്ക് 60നെ 2 കൊണ്ട് ചെയ്യാം. 6ൽ 2 3 പ്രാവശ്യം, ഇവിടെ 0. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ 3ൽ 2 1 പ്രാവശ്യം, ഇവിടെ ഒരു 3ന്റെ ഒരു ബാലൻസ് 1 ഉണ്ട്, ഇപ്പുറത്തേക്ക് കൊടുത്ത് 10 ആയി. 2 10 15 വന്നു. 15ന് നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ?
3 കൊണ്ട് ചെയ്യാൻ സാധിക്കും. 3 കൊടുത്തു. ഇവിടെ 3 15 5 പ്രാവശ്യം. നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? 2 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 3 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ? 2 ക്യൂബ്. ഇതെല്ലാം കൂടി ഇൻഡു ചെയ്യുമ്പോൾ 120 വരാം. മനസ്സിലായി? 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 5 120. അതായത് 120 ഘടകങ്ങളാണ് ഈ 2 2 2 3 5 എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 × 2 × 2 അല്ലെ? നോക്കാം. 2 × 2 × 2 × 3 × 5 ഹോൾ റേസ് ടു 12 ഈക്വൽ 12 അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മൾ 2 എന്ന് പറയുന്നത് 3 പ്രാവശ്യം 2 റേസ് ടു 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 1 പ്രാവശ്യം, 5 എന്ന് പറയുന്നത് 1 പ്രാവശ്യം ഹോൾ റേസ് ടു 2. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നറിയോ? ഈ ഓരോന്നും ഈ 12 ഇതെല്ലാത്തിനും ബാധക. 2 റേസ് ടു 3ക്കും 3 റേസ് ടു 1നും 5 റേസ് ടു 1നും എല്ലാം ബാധക. നമ്മൾ കൃത്യങ്ങൾ അത് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പഠിക്കണ്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെല്ലാത്തിന്റെ ബേസ് പഠിക്കും. അപ്പൊ നമ്മൾ 2 റേസ് ടു 3 × 12, അതായത് 2 റേസ് ടു 3 × 12 ഇൻറ്റു 3 റേസ് ടു 1 × 12 ഇൻറ്റു 5 റേസ് ടു 1 × 12 ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 റേസ് ടു ഇവിടെ 3 × 12 എന്ന് പറയുമ്പോ 36 ഇൻറ്റു 3 റേസ് 1 × 12 12 ആണ്. 3 റേസ് ടു 12 ഇൻറ്റു ഇനി 5 റേസ് ടു 1 × 12 12 5 റേസ് ടു 12. അപ്പൊ നിങ്ങൾ നോക്കി 2 3 5 എന്നൊക്കെ പറയുന്നത് അഭാജ്യ ഘടകങ്ങളല്ലേ 120ന്റെ? അതായത് ഒന്നും ആ നമ്പർ മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ, അഭാജ്യ ഘടകങ്ങളാണ് അല്ലെ? അപ്പൊ 2 എന്ന് പറയുന്ന അഭാജ്യ ഘടകം എത്ര പ്രാവശ്യം വരണുണ്ട്? എത്ര എണ്ണം വരണുണ്ട്? അതില് 36 വരണുണ്ട്. മനസ്സിലായി? 120 റേസ് ടു 12 2 എന്ന് പറയുന്ന അഭാജ്യ ഘടകം 36 തവണ ആവർത്തിച്ചു വരുന്നു. 3 എന്ന് പറയുന്ന അഭാജ്യ ഘടകം 12 തവണ ആവർത്തിച്ചു വരുന്നു. 5 എന്ന് പറയുന്ന അഭാജ്യ ഘടകം വീണ്ടും 12 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോ 120 റേസ് ടു 12ന്റെ ആകെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 36 പ്ലസ് 12 പ്ലസ് 12 ഈക്വൽ ടു 60. മനസ്സിലായ? ആൻസർ എത്രയാ വരണേ? 60. ആൻസർ കിട്ടിയ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ ആൻസർ വരണത്. ആൻസർ നേരത്തെ കമന്റ് ചെയ്തോണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ അനീഷ? ഓക്കെ. 36 60 കേട്ടോ. അനീഷ ഒന്നും കൂടി ചെയ്ത് നോക്കിയേ. 36 അല്ല 60 ആൻസർ കിട്ടുമെന്ന് നോക്കിയേ. നീതു ഫ്രാൻസിസ് അനുജിൻഡോ. ഓക്കെ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം അല്ലെ? ഈ ചോദ്യത്തേക്ക് നോക്കാം. ഇതിന് നമ്മുടെ ടോപ്പിക് തന്നെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഒരു ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 63 ആയാൽ ഇവയിൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1 2 3 ആവാം, 65 66 67 ആവാം, 68 69 70 ആവാം. അതായത് ഒന്ന് കൂട്ടി പോണ സംഖ്യകളാണ്. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ എക്സ് എന്നെടുത്തു. ആദ്യത്തെ നമ്പർ. അതിന്റെ തൊട്ടടുത്ത നമ്പർ ഞാൻ x+1 എന്നെടുത്തു. തൊട്ട് മുന്നിലുള്ള നമ്പർ ഞാൻ x-1 എന്നെടുത്തു. മനസ്സിലായോ? x-1 എന്ന് പറയുന്ന നമ്പറും x എന്ന് പറയുന്ന നമ്പറും x+1 എന്ന് പറയുന്ന നമ്പറും ഞാൻ കൂട്ടുമ്പോ എനിക്ക് അതിന്റെ തുക 63 എന്ന് കിട്ടും. x-1 പ്ലസ് x+1 ഈക്വൽ ടു 63 എനിക്ക് കിട്ടിയില്ലേ? ഞാനിനി കൂട്ടുന്നു. ഇവിടെ ഒരു x ഉണ്ട്, രണ്ടാമത്തെ x ഉണ്ട്, മൂന്നാമത്തെ x ഉണ്ട്. ഈ 3 x കൂടി കൂട്ടുമ്പോ എനിക്ക് 3x കിട്ടി. -1 + 1 -1 + 1 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയിപ്പോയി അല്ലെ? 0 അല്ലേ? 3x ഈക്വൽ ടു എനിക്ക് 63 കിട്ടി. x ഈസ് ഈക്വൽ ടു 63/3. എത്ര ആൻസർ വരണേ? 21. അപ്പൊ എനിക്ക് x എന്ന് പറയുന്നത് 21 കിട്ടി. അതായത് x എന്ന് പറയുന്നത് ഇവിടെ 21 കിട്ടി. നമ്മളോട് ചോദിച്ചേണ്ട ഏറ്റവും വലിയ സംഖ്യ ഏത്? x+1 അല്ലേ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ x+1 ഈക്വൽ ടു
21 + 1 = എന്ത് കിട്ടി? 22. ആൻസർ വന്നു. പ്രീവിയസ്ലി ചോദിച്ച ചോദ്യം കേട്ടോ, അങ്ങനെ തന്നെ മുന്നേ ചോദിച്ച ചോദ്യം. 22. നീതു ഫ്രാൻസിസ് അന്ന ഫസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട് 22. ഓക്കെ, നീതു പോള് ഏഞ്ചലൊക്കെ 22 കിട്ടി. അത് മനസ്സിലായോ നിങ്ങൾക്ക്? 22 ഏഞ്ചൽ. ഓക്കെ, ഗുഡ്. അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തടുത്ത ഏത് 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും? സംഖ്യകൾ ഏതൊക്കെ? അടുത്തടുത്ത ഏതോ 2 ഇരട്ട സംഖ്യ, അതിൽ ഒരു നമ്പർ എക്സ് ആയിരിക്കാം, അടുത്ത നമ്പർ x+2 ആയിരിക്കാം, അല്ലെ? ഇവയുടെ ഗുണനഫലം, ഇത് ഗുണിക്കാന്ന് വെച്ചാൽ x × x+2 അല്ലെ? ഇതിന്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറൈസേഷൻ ഇല്ലേ, അത് വെച്ച് ചെയ്യാനുള്ളതാണ്. ഒന്ന് ചെയ്തു നോക്കിയേ. നിങ്ങൾക്ക് ചെയ്യാൻ അവസരം തരാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തുടങ്ങാം. ചെയ്യേ. ഇവിടെ വരെ എത്തും, ഇവിടെ വരെ ചെയ്തെത്തിക്കാം. x² + 2x + 1 = 289. x² + 2x + 1 - 289 = 0. x² + 2x - 288 = 0. കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന് ഓപ്ഷനിൽ 2 നമ്പർ വെച്ച് തന്നിട്ടുണ്ടല്ലോ ഓപ്ഷനിൽ, അല്ലെ? എല്ലാവർക്കും ബി ആണ് വന്നുകൊണ്ടിരിക്കണം. വേറെ വ്യത്യസ്തമായ ആൻസർ ഉണ്ടോ നോക്കാം. വ്യത്യസ്തമായ ആൻസർ ഉണ്ടോ നോക്കാം. ആൻസർ ബി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ആൻസർ ബി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്തു അല്ലെ? എല്ലാവരും ബിക്കാരാണ്. ബിക്കാര് കുറെ പേര് ബി കമന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിൽ നിങ്ങൾ എടുത്ത് ചെയ്യുമ്പോൾ 16 ഉം 18 ഇട്ട് ചെയ്യുമ്പോ 16 × 18 നിങ്ങൾക്ക് 288 കിട്ടും അല്ലെ? അപ്പൊ അതിൽ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാ? ഒരെണ്ണം നമുക്ക് നെഗറ്റീവ് ആവണം. ഇവിടെ ആ 2 നമ്പർ ഒന്നും കൂടി തമ്മിൽ ആഡ് ചെയ്യുമ്പോ +2 കിട്ടും വേണം. വലിയ നമ്പർ പോസിറ്റീവും ചെറിയ നമ്പർ നെഗറ്റീവും. 16 × -18 ചെയ്യുമ്പോൾ -288. 16 - 18 ചെയ്യുമ്പോൾ 2. നമുക്ക് എളുപ്പം വിചാരിക്കാം 16 സോറി ഇവിടെ പ്ലസ് അല്ലെ, -16 ഇവിടെ പ്ലസും -16. നമുക്ക് എളുപ്പം എന്ത് ചിന്തിക്കാം?
n plus 18 അല്ലേ? n plus 18ഉം ഓക്കെ n plus നമ്മുടെ n plus 16ഉം അല്ലെ n minus 16ഉം ഓക്കെ. നമുക്ക് 16 18 ആൻസർ കിട്ടില്ല. ഓപ്ഷൻ ബി ഉത്തരം കിട്ടിയില്ലേ? കുറെ പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്യട്ടെ. 9:45 ആയിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം തരാം. ഇതൊന്ന് ചെയ്തോ. ഇതുപോലത്തെ ഒരു ചോദ്യമാണ്. ഈ ഒരു എക്സാമ്പിൾ ചെയ്തോ നിങ്ങൾ. ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യകളുടെ തുകയാണ് 1640? ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n + 1 = 1640 വരും. ചെയ്തേ. ഇതേ സംഭവം തന്നെയാണ്. ഇതിവിടെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എക്സിറ്റ് അടിച്ച് പോണവരൊരു ബൈ ഒക്കെ പറഞ്ഞിട്ട് പോ. ആരൊക്കെ പോയെന്ന് അറിയാലോ. ഫസ്റ്റ് കമന്റ് അൽസ ജെയ്സൺ. ഗുഡ്. നീഷ MS സെക്കൻഡ്. നീതു ഫ്രാൻസിസ്. ബിൽഗാറൂസ്. ഓപ്ഷൻ ബി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നീതു പോൾ. കെൽമ. അന്ന. അനു. റോസ്മരിയ. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു എക്സാം ഇടുമല്ലോ. എക്സാം ഇടുമ്പോ നിങ്ങൾ ഇപ്പൊ നാളേക്ക് ആയിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു മൺഡേ ആയിരിക്കും ഡൈനാമിക്സ് എക്സാം തരണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നാളെ നിങ്ങൾ റെസ്റ്റ് ഡേ ആണ് അല്ലേ? എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും എക്സാം ഇടുമ്പോ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. സോണിയ മെൽവി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമുക്ക് പരമാവധി ക്ലാസ്സിൽ പറഞ്ഞു പോവാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെയാണ് എക്സാം അല്ലേ? നാളെയാണ് എക്സാം. മാത്സ് ഇടണുണ്ടോന്ന് ഞാൻ ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേറെ പോർഷൻസ് തന്നിട്ടുണ്ട്. നാളെ ആണെങ്കിൽ നാളെ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ് ഓൾ.